ഏറെ സന്തോഷത്തോടെ ആദ്യം തന്നെ ഗോത്രയിലെ മണ്ണിനെ നിങ്ങളെപ്പോലെ ഞാനും ഏറെ സ്നേഹത്തോടെ നയിക്കുന്നു. മണ്ണിൽ ചവിട്ടി നിൽക്കാത്ത മനുഷ്യൻ ആകാശത്തിലേക്ക് വായുവിലേക്ക് പറന്നു കൊണ്ടുപോകും. കുത്തിപ്പൊട്ടിക്കുമ്പോൾ കേവലം വായു മാത്രമാണ് എന്ന ബോധ്യമാണ്. എന്തായാലും ഇത്രയും അധികം കലാകാരന്മാരെ സമ്മേളിപ്പിച്ചുകൊണ്ട് അവരുടെ അധ്വാനത്തെ, അവരുടെ സമർപ്പണത്തെ ചേർത്ത് പിടിച്ചതിന് ഏറെ സന്തോഷത്തോടെ അവരോട് നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. അത് ഞാനും സമർപ്പിക്കും. ഇന്ന് മലയാള സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിയാണ് ഞാനും. എന്തായാലും ഈ ഒരു മനോഹരമായ ദിവസത്തിൽ കുറേ മനുഷ്യരെ കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞാനും ഇവിടേക്ക് പുറപ്പെടാനുണ്ടായ കാരണം. തീർച്ചയായിട്ടും നമ്മുടെ പാട്ടുകൾ കൂട്ടിച്ചേർക്കലുകളുണ്ട്. അതിൻ്റെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന മായാജാലക്കാരുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിത്വം ഉള്ളതുപോലെ തന്നെ പാട്ടിനുമുണ്ട് വ്യക്തിത്വം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതില്ലാതെയാകുന്നതോടുകൂടി ജീവനറ്റ ജഡം മാത്രമാണ് എടുക്കുന്നത്. 2014 തോന്നുന്നു മലപ്പുറം ജില്ലയിൽ സംസ്ഥാന തലത്തിൽ നടന്ന കലോത്സവത്തിൽ 2012 മുതൽക്ക് ഒരു പാട്ടിന്റെ പുറകെ ഓടി അത് ബന്ധുവല്ലാതിരുന്ന ബന്ധുവാക്കിയ കൊലോത്രി നാരായണൻ എന്ന മനുഷ്യനിൽ നിന്ന് കണ്ടെത്തിയ ഉരുളോത്ത് പാട്ടാണ്. അത് കണ്ട് മോഹിച്ച് വടക്ക് നിന്ന് വന്നൊരാൾ ഒരു പാട്ട് സമ്മാനിക്കുക. ആ പാട്ട് രമേശേട്ടൻ പാടിയ ആ പാട്ട് തന്നെ. പക്ഷേ പാട്ട് കേട്ട് മധുരം നൽകി കിടത്തി ഉറക്കി രാവിലെ പൊക്കോണമെന്ന് പറഞ്ഞപ്പോഴേക്ക് അവിടെ സൽക്കാരങ്ങളുടെ പെരുമഴ കൊണ്ട് ആ പാട്ട് വയ്യൻ പുഴ കടന്നുപോയി. ആ പാട്ട് ഏറ്റുപാടിയവർ യൂട്യൂബിൽ നിന്ന് കേട്ടപ്പോൾ അടിപൊളിയല്ലേ എന്നുള്ളത് അടിപൊളിയല്ലേ എന്നുള്ളതായി. അത് അടിപൊളിയായത് പൊലീക എന്ന മഹത്വത്തെ, പൊലീക എന്ന വാക്ക് ആർക്കോ വേണ്ടി പറഞ്ഞിരുന്ന, ആരുമല്ലാത്ത മനുഷ്യർ പറഞ്ഞിരുന്ന വാക്കിന്റെ ആഴമറിയാതെ പോയതുകൊണ്ടാണ്. അവരുടെ കണ്ണീരിന് വിലയുണ്ട്. അക്കാഡമിഷ്യൻസ് നിങ്ങൾ പറയുന്ന വാക്കുകൾക്കെല്ലാം നിങ്ങൾ കൊയ്തെടുത്തത് മാത്രമല്ല, നിങ്ങൾ നെയ്തെടുത്ത ഉത്തരങ്ങൾ മാത്രമാണ്. പക്ഷേ അതിന്റെ ഉറവിടങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവന്റെ കണ്ണീരുണ്ട്. ആ കണ്ണീരിന് നിങ്ങൾ നേടിയതിനൊന്നിനും പകരം വെക്കാനാവാത്ത ഒരു മർമ്മമുണ്ട്. കാരണം ഓരോ പാട്ടുണ്ടാകുന്നതും പാട്ട് നിർമ്മിക്കുന്നതും പാട്ട് മുളച്ചു പൊന്തുന്നതും ചില ഉദ്ദേശങ്ങളാണ്. പലപ്പോഴും പറയാറുണ്ട്, വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട്. നാടൻ പാട്ടുകൾ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടാണ്. കോതയുടെ പാട്ട് എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ ആ പ്രയോഗത്തിന്റെ വിന്യാർത്ഥം മറ്റൊന്നാണ്. ഇന്നലെ കൂടി നമ്മുടെ കൂട്ടത്തിൽ അന്നാന്ന് പറയുന്ന ഒരു കുട്ടി ഒരു പാട്ട് പാടിയിട്ടപ്പോൾ ഫേസ്ബുക്കിന്റെ താഴെ, ആ പാട്ടിന് താഴെ ഒരാൾ എഴുതിയത് ജാതി കൊലാട്ടം. വടക്ക് നിന്നൊരു മഹാമനുഷ്യൻ തൊണ്ടയിടറി ഏറ്റവും മനോഹരമായിട്ടുള്ള വർമാജിയുടെ ഭജൻ പാടിയപ്പോൾ നീ പാടേണ്ടതല്ല എന്ന് പറഞ്ഞ ജാതി എന്ന തോന്നൽ. നാടൻ പാട്ടുകൾ പാടുന്നവരെല്ലാം ഇപ്പൊ പലർക്കും വ്യംഗ്യമായി പറയേണ്ടി വരും, ഞങ്ങൾക്ക് പാരമ്പര്യമൊന്നുമില്ല, ഞങ്ങൾ പാരമ്പര്യമുള്ളവർ. എന്തിനാണ് മാറി ചിന്തിക്കുന്നത്? പാടുന്നവൻ പാടൻ. യേശുദാസ് മുതൽക്ക് ഇവിടെ രമേശേട്ടൻ വരെ പാടൻ തന്നെയാണ്, പാടുന്നവൻ തന്നെയാണ് പാടൻ. നിങ്ങൾക്കിത് മാപ്പിളപ്പാട്ട് രൂപത്തിൽ കേൾക്കണമെങ്കിൽ വടക്കോട്ട് പോകും. വള്ളുവനാട് മാത്രം നിലനിന്നിരുന്ന ഈ പാട്ട്, ഇതിന്റെ വൈവിധ്യങ്ങൾ ധാരാളമുണ്ട്. പ്രാദേശിക വേദങ്ങൾ, പാഠഭേദങ്ങൾ, പാഠാന്തരങ്ങളൊക്കെ ഉണ്ട്. എന്നിരിക്കെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച താളത്തിൽ ഇതിനെ കൊയ്യണമെന്ന് നിങ്ങൾ കരുതിയാൽ അത് അല്പം കടന്നല്ലേ. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ശാസ്ത്രത്തിന്റെ തോറ്റത്തിന്റെ താളം പിടിച്ചു നോക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അത് അദ്ദേഹം അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പാടി ചിലപ്പോൾ പോകുമ്പോൾ എന്റെ കാല് വെട്ടുമെന്ന് പേടി. ഏതാണ് ശാസ്ത്രത്തിന്റെ തോറ്റം? ദൈവമേ
വിലക്കാകുമോ ചെറുശാസ്തപ്പ താളമേ പാടേ എനിക്കാകുമോ ചെറുശാസ്തപ്പ താളമേ പാടേ ഈ നാട്ടുതാളം എവിടെ? നിങ്ങൾ ഏകീകരിക്കാൻ പോകുന്ന താളം പാശ്ചാത്യന്റെ താളത്തിലേക്ക്. എന്തുകൊണ്ടാണ് പള്ളിവാട് ഭദ്രാവട്ടന് നമ്മളെല്ലാം ഏറ്റെടുത്തത്? കുടിതാളപ്പാട്ടിന്റെയും നന്ദുടി പാട്ടിന്റെയും ഒരു സങ്കരമാണ് അല്ലെ? യഥാർത്ഥത്തിലുള്ള ഈ പാട്ട് ഇപ്പൊ വന്നു, നിങ്ങൾ റീൽസിലൂടെ കേട്ടു അല്ലെ? നന്ദുടി പാട്ട് ഏതായിരുന്നു? ആ, ഇതിന്റെ താളം എവിടെ? ഈ വാദ്യം നന്ദുടി പാട്ട് തൻ ധ്വനി സ്വയം ധ്വനിക്കുന്ന വാദ്യം. നാദനന്ദുണി എന്ന് കുറുപ്പന്മാർ പറഞ്ഞെങ്കിൽ നന്ദുണി എന്ന നൽധ്വനി സ്വയം ധ്വനിക്കുന്ന നവദ്വാരത്തോട് കൂടിയിട്ടുള്ള വാദ്യം, സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്. 4 തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ, കൊട്ടുവാദ്യങ്ങൾ കൂടുതൽ വന്നത് നമ്മൾ ദ്രവീകരിച്ച് ആയിരുന്നു, ഇവിടെ ഭാരതത്തിന് താഴോട്ടുള്ള മനുഷ്യരായിരുന്നു. പക്ഷേ ഈ ഏറ്റവും മനോഹരമായിട്ടുള്ള തന്ത്രിവാദ്യം നാട്ടുവാദ്യങ്ങളിൽ കുറവാണ്. ഇത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെന്നൈയുടെ മറ്റ് വാദ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന നവോത്ഥാനമാണോ? ഒരു മനുഷ്യന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു നാടിന്റെ, ഒരു കാലത്തിന്റെ സമർപ്പണത്തെ. നിങ്ങൾക്കാർക്ക് ഫോക്ലോർ അക്കാദമി അവാർഡ് കിട്ടിയെങ്കിൽ ഇത് കിട്ടാത്ത മനുഷ്യരുണ്ട്. അവർ പാടിയ ഫോക്ലോർ അക്കാദമി അവാർഡ് വേണ്ടിയ ആ സമർപ്പണത്തിന് ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അറിവിന്റെ ഭണ്ഡാരമായിട്ട് അദ്ദേഹത്തിന്റെ കലയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് മുകളിൽ പ്രഹരിക്കാം അദ്ദേഹത്തിന്. പക്ഷേ അത് തന്റെ ആത്മസമർപ്പണമാക്കി മാറ്റിയ മനുഷ്യൻ അല്ലെ? എന്തുകൊണ്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലക്കാരന്റെ പാട്ട് കേട്ട് നമ്മൾ കണ്ണീരണിഞ്ഞത് അല്ലെ? പാലത്തിന്റെ തൂണ് കുറയ്ക്കണമെങ്കിൽ എഴുത്തുപാട്ട്. ഇന്ന് കൂടുതൽ നമുക്ക് എഴുത്തുപാട്ടേ വേണ്ടുള്ളൂ. നമുക്കറിയാം അംഗവർണ്ണന ധാരാളം ഉണ്ട്, പക്ഷെ ഇന്ന് ഈ അംഗവർണ്ണനയ്ക്കാണ് പ്രാധാന്യം കിട്ടുന്നത്. അതിന് ട്രെൻഡാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട വാക്കിനോട് പലപ്പോഴും നിങ്ങൾ എന്ന വാക്ക് ഇവിടെ ഇരിക്കുന്ന മനുഷ്യരോടാണ്, നമ്മുടെ ഉള്ളിലുള്ള, നമ്മളിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ചില മനുഷ്യരോട്. അതുകൊണ്ട് നമ്മുടെ പാട്ടുകൾക്കുള്ള കരുത്ത്, അതിന്റെ ഉദ്ദേശം, അതിന്റെ ധർമ്മം വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടല്ല. അങ്ങനെ നിങ്ങൾ ഓരോ ചേർക്കാൻ ശ്രമിച്ചാൽ അത് മുളച്ചു പോകും. അതിന് പ്രതിഷേധമാണെന്ന് പറയുന്നെങ്കിൽ അത് പ്രതിഷേധിച്ചിരിക്കും. കാരണം എത്ര ആഴത്തിൽ പോയ പാട്ടും തിരിച്ചു വരും. കാരണം അതിന്റെ ആഴവും പരപ്പും അത്ര വലുതാണ്. തീർച്ചയായിട്ടും ഗോത്ര കാണിക്കുന്ന ഈ മണ്ണിനോട് നമുക്കും ഒരിക്കൽ കൂടി കുറേ ആളുകൾ പറഞ്ഞതുപോലെ നീതി പുലർത്താം. നിങ്ങൾ വ്യക്തിയോടല്ല, എന്റെ തല എന്റെ ഫേസ് അല്ല. പാട്ടിനൊരു വ്യക്തിത്വമുണ്ട്, പാട്ടിനൊരു തലയുണ്ട്, പാട്ടിനൊരു ഫേസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കടന്നാക്രമിക്കാനുള്ള ബാധ്യത. ആ വ്യക്തിത്വത്തെ കൂടി പരിഗണിക്കാനും ആ മഹത്തരമായിട്ടുള്ള നാട്ടുതാളങ്ങളും നാട്ടുവാദ്യങ്ങളും നിങ്ങൾ കടലെടുത്ത് പോകാതിരിക്കാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിന്ന് മാറി നിങ്ങൾ ഏതോ നോട്ടുകെട്ടിന്റെ എണ്ണം പറഞ്ഞ് പോക്കറ്റ് നിർപ്പിച്ചാൽ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവും വിചാരിക്കുന്നത്. ആ ശാന്തി എന്നൊക്കെ ഫോക്ലോർ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ മാറിപ്പോകും. കോണ്ടാക്സ്റ്റ് മാറി പ്രയോഗിക്കുന്ന ചില പാട്ടുകളുണ്ട്. ആ കോണ്ടാക്സ്റ്റിന് ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. അത് പലതരത്തിലുള്ള പാട്ടുകളുണ്ട്. അത് മരണമായാലും ജനനമായാലും തന്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളായാലും. ഇവിടെ ഒരു കോൽക്കളി പാട്ടിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു പാട്ടിന് 2 വരി പാടി നിലവില് ഐങ്കുടി കമാളരുടെ 50 കളി പാട്ടുകൾ ഏതാണ്ട് 10ഓളം പാട്ടുകൾ എന്റെ കൈവശമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. തുരുണത്ത് പാട്ടിന്റെ കലോത്സവങ്ങളിൽ 2 വരികളല്ലാതെ കിടക്കുകയാണ് ഒരു പാരാവാരം പോലെ. അതുകൊണ്ട് എന്റെ കയ്യിൽ അത് എന്റെ എന്നുള്ളതല്ല. അത് എവിടെയും പറയാൻ ആഗ്രഹിക്കാത്തതെന്ന് വെച്ചാൽ അത് അടുത്ത സ്റ്റേജിൽ അടിപൊളിയായിട്ട് ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ആ ദുഃഖഭാരം 2012 നടത്തിയ കഷ്ടപ്പാടിന്റെ ദുഃഖഭാരം തന്നെ കണ്ണീരുകൊണ്ട് മുഖം കഴിയ മനുഷ്യരെ കണ്ടുകൊണ്ടാണ് ഞാൻ പാട്ടുകൾ. പിന്നെ അത് എന്നോടൊപ്പം നിൽക്കട്ടെ, അത് ഞാൻ എനിക്കുള്ള ഇടങ്ങളിലെല്ലാം പകരാൻ തയ്യാറാണ്. ോടി തയ്യുമേൽ
ഇന്നലെ കണ്ടു നീ ഞാനും കണ്ടു ഞാൻ കൈവെളിയിലെ ഏറ്റവും മനോഹരമായ പാട്ടാണ്. അത് രാമായണ കഥയിലെ 2 വരി മാത്രം പാടാതെ പറഞ്ഞു പോകാം. തള്ളക്കുരങ്ങന്മാർ തള്ളിമറിയലും തള്ളിത്തിരയിൽ മറിയുകയും കണ്ടോണം മാന്തി ചൊറിയുകയും കൊഞ്ഞനം കുത്തകയും മാളുകയും പറഞ്ഞുകൊണ്ട് തൽക്കാലം പാട്ടിന് വേണ്ടി നിലനിൽക്കാൻ ഈ മനുഷ്യർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടാവും, പക്ഷെ പാട്ടിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റനാടൻ കലാപന ഗവേഷണത്തിന് മാത്രമല്ല, അതിന് മുൻപ് ഒലിവ് എന്നുള്ള സംഘടന ഞാൻ 2010 ആരംഭിച്ചത് മുതൽക്ക് സംസ്ഥാന തലത്തിൽ ഒരു അവാർഡ് കൊടുത്തു വരുന്നവരാണ്. ഈ ഭാരം എനിക്കറിയാം. ഇന്ന് രാവിലെ 2 മനുഷ്യർ കള്ളിത്തുള്ളി എടുത്ത് ഓടുമ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കി, ആദ്യം വന്നവൻ ഞാനായിട്ട്. എനിക്കറിയേണ്ട ദുഃഖം. ഈ ഫോക്ലോർ അക്കാഡമി ഫോക്ലോർ ഡേക്ക് വീണ്ടും ഒരു അവാർഡ് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് അംഗീകരിക്കാൻ നമുക്ക് മനസ്സുണ്ട്, പക്ഷേ അംഗീകരിക്കപ്പെടണമെങ്കിൽ വ്യക്തിയല്ല കർമ്മത്തെയാണ്. കർമാസ് തീർച്ചയായിട്ടും അധിക പ്രസംഗം ആണെന്ന് നല്ലോണം ബോധ്യമുള്ളതുകൊണ്ടാണ് വരണ്ട ചാവടക്കല്ല ഇങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ 2 കുരങ്ങന്മാര് ക്ഷമിക്കണം എന്നൊക്കെ തോന്നിയത് 2 മനുഷ്യരെ അവിടെ നിന്ന് എന്നോട് കൊക്കറി കാക്കാൻ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നൊക്കെ പറഞ്ഞ പേടിപ്പിച്ചപ്പോ അവസാനം കയറുകയല്ലാണ്ട് നിവൃത്തിയില്ല. കാരണം അവിടെ തിരിച്ചു വാങ്ങിയാലേ പോകുമ്പോൾ എന്തായാലും കീറിയത് മുല്ലമേൽ ഇളംകൊടി തയ്യായി നിൽക്കുന്ന ഞാൻ ഏറിയ മംഗമാർ പൂവറക്കാതെ കാവലിരിക്കാൻ എന്റെ പാട്ടിനും എന്റെ പൂർവികർ തന്ന ശുദ്ധബോധത്തിനോടും നീതി പുലർത്തി കച്ചവടമില്ലാതെ നിവർന്നത് എത്ര വലിയ ശത്രുതയും എത്ര വലിയ പ്രതിഷേധത്തെയും നട്ടൽ നിർത്തി നിന്ന് ഈ മേഖലയിൽ മരണം വരെ പാടിച്ചു.